ഹായ് നമസ്കാരം. SV അരുളാലാണ്. അപ്പോ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ക്യാപ്ഷൻ കൊടുത്തിരുന്ന കണ്ടിരുന്നോ? ഗോവിന്ദൻകുട്ടിയുടെ നാടകം അപ്പുക്കുട്ടൻ പൊളിച്ചു, തോമസ് കുട്ടി വിട്ടോടാ എന്നുള്ളതാണ് നമ്മുടെ ക്യാപ്ഷൻ. എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് സിദ്ദിഖിന്റെ പ്രതികരണത്തെ അപ്പാടെ പൊളിച്ചത് ആരാണ്? അപ്പുക്കുട്ടനാണ്. അങ്ങനെ പറയാൻ കാരണം ചിലർക്ക് അറിയില്ലെങ്കിൽ 1990 പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ രണ്ടാമത്തെ ചിത്രമുണ്ട്. ഈ സിനിമയിലാണ് സിദ്ദിഖ് ആയിക്കോട്ടെ, മുകേഷ് ആയിക്കോട്ടെ, അശോകൻ ആയിക്കോട്ടെ, ജഗദീഷ് ആയിക്കോട്ടെ, ഇവർ വലിയ ഒരു കൊമേഡിയൻ ചിത്രമായിട്ട് രചിച്ചതാണ്. അതായത് ഇവർ കെട്ടിക്കൊണ്ടുവരുന്ന പല നാടകങ്ങളെയും പൊളിക്കുന്നത് അതിലെ അപ്പുക്കുട്ടൻ എന്നൊരു കഥാപാത്രമാണ്. ആ സിനിമയിൽ ഗോവിന്ദൻകുട്ടി എന്നൊരു കഥാപാത്രമാണ് സിദ്ദിഖ് അവതരിപ്പിച്ചത്. ആ സിദ്ദിഖിന്റെ കഥാപാത്രമാണ് ഇന്നിപ്പോ ഒരു റിയൽ ലൈഫിൽ ഒരു കഥ മെനഞ്ഞുകൊണ്ടുവരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പലരെയും രക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം, ആ ഭാരിച്ച ഉത്തരവാദിത്തം അദ്ദേഹം ഒരുവിധം തപ്പിത്തടഞ്ഞ് നല്ല ഗംഭീരമായി അഭിനയിക്കാൻ വേണ്ടി തയ്യാറായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്. ആ പ്രകടനമെല്ലാം അതായത് ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ തോറ്റുപോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ കാണുമ്പോഴല്ല കാണുന്നത്, ജീവിതത്തിലെ കാര്യങ്ങൾ റിയാലിറ്റിയോടുകൂടി നോക്കിക്കാണുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് ഇവർക്കില്ല. കാര്യം എന്തു ഇവർക്ക് വേണ്ടത് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമായി അത് അവതരിപ്പിക്കാൻ ഇവരെ വെച്ചിട്ട് വേറെ ആൾക്കാരുള്ളൂ എന്ന് പറയേണ്ടി വരികയാണ്. പക്ഷെ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തോമസ് കുട്ടി വിട്ടോടാ എന്നുള്ള അവസ്ഥയാണ്. ഇന്ന് ഒരുവിധം പറഞ്ഞൊപ്പിച്ച് എല്ലാവരുടെ അടുത്തും പോയി നിന്നിട്ട്, അതായത് അവസാനത്തെ ചോദ്യങ്ങളൊന്നും പിന്നീട് ഫേസ് ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യം എത്തിയപ്പോൾ എണീറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനിടയിലേക്ക് പല കാര്യങ്ങളൊക്കെ വിനയാന്വിതനായും ലാളിത്യത്തോടു കൂടിയൊക്കെ അഭിനയിച്ച് തകർത്തതിന് ശേഷം അകത്തുപോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറയുന്ന സന്ദർഭത്തിലാണ് അപ്പുക്കുട്ടൻ തിരുവനന്തപുരത്ത് അവതരിക്കുന്നത്. എന്നിട്ട് ഇത് 2 ദിവസമായിട്ട് ഷോ, അതായത് മനോരമയുടെ ഒരു ഷോ അമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയത് കൊണ്ടാണ് വരാൻ വൈകി എന്ന് പറഞ്ഞ ആ വാചകത്തെ അപ്പോൾ തന്നെ ജഗദീഷ് ഈ 2 ദിവസമായിട്ട് ഇതില് പ്രതികരിക്കാൻ വൈകിപ്പോയത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. വൈകിപ്പോയി എന്നുള്ളത് വസ്തുതയാണ്. അതിന് മറ്റൊരു റീസണും പറയാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത് തന്നെ കാര്യങ്ങൾ പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട്. ഒരു കൂടിയാലോചനകൾ കൃത്യമായിട്ട് നടന്നിട്ടില്ല. ചില കോക്കസ് ഗ്രൂപ്പുകളെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഇന്ന് സിദ്ദിഖും ടീമും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരിക്കണമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഇതിലൊരു ഏക അഭിപ്രായം ഉണ്ടാകണമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാര്യം ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ക്യാപ്സ്യൂൾ ഇട്ട് തരും, ആ ക്യാപ്സ്യൂളാണ് എല്ലായിടത്തും ഓടേണ്ടത് എന്നുള്ള നിർദ്ദേശം കൊടുക്കാനായിട്ട് വൈകിപ്പോയി. കാര്യം ഇത്രയും കാലം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്കൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലല്ലോ. മൊത്തം അഭിനയമാണല്ലോ. അഭിനയത്തിനപ്പുറം റിയൽ ലൈഫിൽ ഇവരെല്ലാം വമ്പൻ പരാജയങ്ങളാകുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് കള്ളങ്ങൾ പോലും കൃത്യമായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. ഇന്നിപ്പോ 5 നടന്മാരും നടിമാരുമായിട്ടൊക്കെ വന്നിരുന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഇങ്ങനെ അമ്മയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രതികരണം ഇതാണെന്ന് പറയാൻ വൈകിയപ്പോൾ അപ്പുക്കുട്ടൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം, അതായത് അവർ ക്ഷമാപണം നടത്തിയത് മുതൽ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു. അപ്പോ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലെ ഒരു തമാശയാണെങ്കിൽ ആയിട്ട് വേണമെങ്കിൽ ഇനി അവർ 3ാം പാർട്ട് ചിത്രീകരിക്കുന്നെങ്കിൽ ഇതിനെ ഉപയോഗിക്കാം. കാര്യം ആ രീതിയിലാണ് ജഗദീഷ് ഈ വിഷയത്തെ മുഴുവൻ പൊളിച്ചടിക്കുന്നത്. അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ജഗദീഷിനെ പോലെ ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം പച്ചയായ മനുഷ്യനായിട്ടാണ് പലപ്പോഴും ഈ TV സ്ക്രീനിന്റെ മുന്നിലോ പ്രതികരണങ്ങളിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. റിയൽ ലൈഫിൽ ഒരിക്കലും അദ്ദേഹം ഒരു കഥാപാത്രമായി മാറുന്നത് തോന്നിയിട്ടില്ല. പക്ഷേ സിദ്ദിഖും മറ്റു ചിലരൊക്കെ ജീവിതത്തിലും സിനിമയിൽ എല്ലാത്തിലും കഥാപാത്രങ്ങളാണ്. സാഹചര്യത്തിനനുസരിച്ച് നിറം മാറിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളാണെന്ന് അവർ അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ തെളിയിച്ച സാഹചര്യമാണുള്ളത്. അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന നാടകം പൊളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ആകെ എല്ലാവരും മൊത്തം നശിപ്പിച്ചു എന്ന അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്. കൂടുതൽ മരണവീടായിട്ടുണ്ട്. കാര്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ചാനലുകളൊക്കെ എടുത്തിട്ട് അലക്കുകയാണ്. ചാനലുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഈ പ്രതികരണം അവർക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത്
ഒരു ശരിയായിട്ടുള്ള പ്രവർത്തനം ആയിരുന്നില്ല, കൃത്യമായിട്ടുള്ള കൂടിയാലോചനകളില്ല, ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുമെന്നും ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യം ഇതിനെ ഒരു നയത്തിൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യാം. ഇത്രയും കാലമെല്ലാം നമ്മൾ വിചാരിക്കുന്നതെല്ലാം നമ്മളുടെ അണ്ടറിലാണ്. ഇവിടെ ഏത് സംവിധാനങ്ങൾ വന്നാലും നമ്മുടെ കീഴിലാണ്, നമ്മുടെ മുകളിലല്ല. നമ്മൾ പറയും പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഇവർക്കുണ്ടായി പോയിട്ടുണ്ട്. ആ ആത്മവിശ്വാസമാണ് ഞാൻ പറഞ്ഞില്ല, ഈ അതിര് കടന്ന ആത്മവിശ്വാസം പല അപകടങ്ങളിലും കൊണ്ടുചെന്ന് ചാടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാവും. നമ്മുടെ നാട്ടിൽ പണ്ട് നാട്ടിൻപുറങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവർ ഈ പറയുന്ന എതിർപക്ഷത്ത് നിൽക്കുന്നവരെല്ലാം വെറും നീർക്കോലികളായിട്ടാണ്, നമുക്ക് ഒരിക്കലും ഒരു എതിരാളിയായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന തമ്പുരാക്കന്മാർക്ക് മുന്നിൽ ഇവർ ഒരു ചുക്കുമല്ല എന്ന് ഇവർ തന്നെ ധരിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഒരു ഹേമ കമ്മിറ്റിയോടുകൂടി തകിടം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അതായത് ഈ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, സർക്കാർ പല കാര്യങ്ങളിലും ഇത് ഒരു റിപ്പോർട്ട് കൈ കിട്ടിയ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൈ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ പരിശോധിച്ച് നിർദ്ദേശം നൽകാമെന്നുള്ള ഒരു കാര്യം കൂടി ഈ ഹൈക്കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവർ റിപ്പോർട്ടിനെ ഒരു മനസ്സോടുകൂടി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് എന്താണെന്ന് ഇവർക്ക് കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഇത്രയും കാലം ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇവർ ബേജാറല്ലായിരുന്നു, ഇതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കേസല്ല, ഇതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഏതാ 2-3 വാന്തകള് നമ്മളെ എതിരെ ചെന്ന് മൊഴി കൊടുത്താൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മളിവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വരെ ബന്ധമുള്ള ആൾക്കാർ നമ്മളോട് ഇരിക്കുന്നത്, കേന്ദ്ര മന്ത്രിസഭയിലോ സംസ്ഥാന മന്ത്രിസഭയിലോ നമുക്ക് സ്വാധീനമുള്ളവരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? അതൊക്കെ അവിടെ കിടന്ന് ഒരു സൈഡിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കിടന്ന് അങ്ങ് തിളച്ചു മറിഞ്ഞ് അവസാനിച്ചുകൊള്ളുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കാര്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയായപ്പോൾ, വലിയ തോതിലുള്ള വിമർശനങ്ങൾ ശക്തമായപ്പോൾ കാര്യങ്ങൾ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. ഞങ്ങളുടെ ഇത്രയും കാലത്തെ വിശ്വാസ്യത തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എല്ലാവരെയും എടുത്തിട്ട് അലക്കുന്ന രീതിയിലേക്ക് ഒരു വിമർശനങ്ങൾ ശക്തമായി വന്നപ്പോഴാണ് ഇന്ന് സിദ്ദിഖിന്റെ ഈ ഒരു തൊഴുവൽ കണ്ടു. അതായത് ദയവ് ചെയ്ത ആ ഒരു റിപ്പോർട്ടിനെ ഞങ്ങൾ എല്ലാവരും ആ ഗണത്തിൽ പെടുന്നവരാണെന്ന് നിങ്ങൾ പറയരുതെന്ന്. നിങ്ങൾക്ക് അതിൽ തന്നെ പറയാം, റിപ്പോർട്ട് പുറത്തേക്ക് വിടൂ, അതിൽ വേട്ടക്കാരുടെ പേരുകൾ പുറത്തു വരട്ടെ എന്ന് ശക്തമായിട്ട് നട്ടലുറപ്പോടെ ശബ്ദം വിറയ്ക്കാതെ പറയാനായിട്ടുള്ള ശേഷി സിദ്ദിഖിനില്ലാതെ പോയതുകൊണ്ടാണ് ഗോവിന്ദൻകുട്ടി കഥ പൊളിഞ്ഞിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി ഇനി ഈ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ റീടേക്ക് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. സിനിമയിലാണെങ്കിൽ ഒരു തവണ ഡയലോഗ് പറഞ്ഞ് തെറ്റിയാൽ റീടേക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ യഥാർത്ഥ ലൈഫിൽ റീടേക്ക് ഇല്ലാത്തതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ പല കാര്യങ്ങളിലും നിങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയും നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ വിഷയത്തെ നിങ്ങൾക്ക് സെറ്റിൽമെന്റ് അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യം വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയും. കാര്യം ഇവർ കോടതിയിൽ പോട്ടെ എന്നാണ് പറയുന്നത്. കാര്യം ലീഡിംഗ് അഭിഭാഷകരെ വെച്ചിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിൽ അന്വേഷണം വേണ്ട എന്ന് ഈ ഏതെങ്കിലും ഒരു വിധി ഉണ്ടാക്കി ഈ റിപ്പോർട്ടിനെ മണ്ണിന്റെ അടിയിലാക്കുക, അല്ലെങ്കിൽ ഈ പരാതിയുള്ള സ്ത്രീകളെ സെറ്റിൽ ചെയ്യുക, അതായത് ഈ WCC എന്ന് പറയുന്ന സംഘടനയെ സെറ്റിൽ ചെയ്യുക. ഈ 2 ഓപ്ഷനാണ് ഇവർ അടിയന്തരമായി എടുക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാം ഒരു അമ്മ പെറ്റ മക്കളാണ്, ഇനി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികളാണ് പാർവതി തിരുവോത്തും നടി ഭാവനയും അല്ലെങ്കിൽ ഗീതു മോഹൻദാസും രേവതി ഉൾപ്പെടെയുള്ള പല താരങ്ങളും ഞങ്ങളുടെ ഒരു അമ്മ പെറ്റ മക്കളാണ്, ഇനി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ ഇതെല്ലാം കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലേക്ക് പോവുകയാണ്. പക്ഷെ ഇന്നത്തെ ഒരൊറ്റ പ്രതികരണത്തോടു കൂടി ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളും ഇവരുടെ ആൺഹുങ്ക്, അതായത് ഈ ആണഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോ ഞാനൊരു പുരുഷനാണ്, അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷന്മാരിൽ ഉള്ള ഒരു പ്രവർത്തനമാണ്. ഒരു തരത്തിലും ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കില്ല. ആ ആണഹങ്കാരം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഒരു അംഗീകരിക്കാനായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മളോടൊപ്പം ഒരിക്കലും സ്ത്രീകളെ പരിഗണിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവൾ ഇവൾ എന്നുള്ള രീതിയിൽ വളരെ വില കുറച്ച് കാണുന്ന ഒരു മനോഭാവക്കാരാണ് ഇവരെന്ന് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോ 2 നടിമാരെ ഒപ്പം കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ 2 നടിമാരെ കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഞങ്ങളുടെ വാതിലിൽ മുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജോമോളോ അല്ലെങ്കിൽ അനന്യയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഇത്രയും സ്ത്രീകൾ, അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഡാൻസർമാരോ സിംഗർമാരോ അല്ലെങ്കിൽ
ഈ സഹ കഥാപാത്രങ്ങളായിട്ട് വരുന്ന എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഇവരുടെ രണ്ട് പ്രതികരണങ്ങൾ കൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ജോമോളുടെ വാതിലിൽ മുട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു സ്ത്രീയുടെ വാതിലിൽ മുട്ടിയിട്ടില്ലെന്ന് ബാക്കിയുള്ളവർ അങ്ങ് വിശ്വസിച്ചോളണം, വിചാരിച്ചോളണം. അവരൊക്കെ പറഞ്ഞത് മുഴുവൻ നുണയാണ്. ഞങ്ങളുടെ അനുഭവമാണ് ഏറ്റവും മികച്ച അനുഭവം. കാര്യം ഈ നടന്മാരുടെ അടിമകളായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ട് ഇതാണ് വസ്തുതയെന്ന് നിങ്ങൾ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആ രണ്ട് യുവതികളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ സ്ത്രീകളോട് പറയാനുള്ളത്, ഈ നാട്ടുകാരൊക്കെ അരിയാഹാരം അല്ലേ കുട്ടി കഴിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങാനായിട്ടൊക്കെ അത്ര പൊട്ടന്മാരാണോ? അതായത് വളരെ ഒരു നിഷ്കളങ്കരായിട്ടുള്ള ഒരു വലിയ താരരാജാക്കന്മാരാണ്, പച്ചവെള്ളം ചവച്ചേ കുടിക്കുകയുള്ളൂ, ഒരു തരത്തിലുള്ള തെറ്റുകളും ചെയ്യാത്തവരാണ്. അവരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് പോയാൽ പോലും മുൻപ് ഇവരെ സംബന്ധിച്ച് ഒരു ഉദാഹരണവും കിട്ടാത്തവരാണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ള രണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരെ കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ അടിമകളായിട്ട് കൊണ്ട് നടക്കുന്ന രണ്ടു പേരെ കൊണ്ടുവന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഇനി ഇവരുടെ അഭിപ്രായം ചോദിക്കൂ. ഈ വാതിൽ മുട്ടിയിട്ടുണ്ടോ? ഞാൻ മുട്ടിയിട്ടുണ്ടോ? സിദ്ദിഖാക്കെന്ന് എന്റെ വാതിലിൽ മുട്ടിയിട്ടേ ഇല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പ്രമുഖന്മാരാരും എന്റെ വാതിലിൽ മുട്ടിയിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോ ആ ആൾക്കാർ ഇത് കേട്ടോണ്ടിരുന്നിട്ട് എടുത്തിട്ട് അലക്കുക അല്ലാതെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? പിന്നെ ഒരു സ്ത്രീകളാണെന്നുള്ള രീതിയിൽ മറ്റു നിങ്ങളെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ മോശം പറയാനൊന്നും തയ്യാറല്ല. പക്ഷേ നിങ്ങൾ എന്ന വ്യക്തികളെ ഇനി സമൂഹം ഏത് തരത്തിലായിരിക്കും കാണുന്നതെന്ന് ചിന്തിച്ചു. ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള കാര്യം എന്താണ്? ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു നടിക്കുണ്ടായ ദുരനുഭവമാണ്. ആ ദുരനുഭവത്തെ സംബന്ധിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട്, അതായത് ഇൻഡസ്ട്രിയിൽ ദുരനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകർ ചേർന്നിട്ട് എന്താണ് ചെയ്തത്? ആ ഒരു നടിയെ അതായത് സഹപ്രവർത്തകയായി ജോലി ചെയ്തിരുന്ന ഒരാളെ ഈ നാട്ടിൽ ഒരു പബ്ലിക് സിറ്റിയിൽ, അതായത് കൊച്ചി പോലൊരു സിറ്റിക്കകത്തിട്ട് ഈ ഓൺ ദ റോഡിൽ റേപ്പ് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സാധാരണക്കാർ ഇതുവരെ ചെയ്യാനായിട്ട് ധൈര്യം കാണിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു പ്രവർത്തനം. ഒരു പബ്ലിക് പ്ലേസിലിട്ട് റേപ്പ് ചെയ്ത വിഷയം വരികയാണ്. ആ റേപ്പ് ചെയ്ത വിഷയമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി വെക്കാനായിട്ടുള്ള സാഹചര്യം. കാര്യം അത്രയും കാലം ഇവർ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് ആരും ഈ നാട്ടിൽ ചോദിക്കാനില്ല എന്നുള്ളൊരു ധൈര്യം ഇവർക്കുണ്ട്. അവരെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു അവസ്ഥയിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കിട്ടുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവത്തിലാണ് സഹപ്രവർത്തകയായിട്ടുള്ള ഈ നാട്ടിലെ തന്നെ ഒരു സ്ത്രീയെ, അവർ ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആ ആർട്ടിസ്റ്റിനെ കൊച്ചി പോലൊരു നഗരത്തിൽ രാത്രിയുടെ മറവിൽ ഈ തെരുവുകൾ മുഴുവൻ അല്ലെങ്കിൽ നിരത്തുകളിലൂടെ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് അവരെ റേപ്പ് ചെയ്ത് വീഡിയോ എടുത്ത വിഷയം വന്നപ്പോഴാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹേമ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് സർക്കാർ നിയോഗിച്ചത്. അത് ആലോചിക്കണം. അത് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ നടത്തണമെന്ന് ഈ വിഷയം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കുറെ കാലമായി ഈ മേഖലയിൽ നിൽക്കുന്ന ദുരനുഭവം നേടുന്ന സ്ത്രീകളുടെ മുൻനിർത്തിയാണ് എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത്. ആ കമ്മിറ്റിയെ രൂപീകരിച്ചതിന് ശേഷം അതിൽ മൊഴി കൊടുക്കാൻ വേണ്ടി പലരെയും ഈ കമ്മിറ്റി അംഗങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പോ ഇത് കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ ആരും പറയാൻ വരാൻ തയ്യാറല്ല. കാര്യം എന്താണ്? അത്ര ഭയപ്പാടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എതിർത്തൊരാളുടെ അനുഭവമാണ് നമ്മൾ കണ്ടത്. എങ്ങനെ ആ എതിർത്ത ആളെ, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തൊരു പ്രവർത്തനം ചെയ്ത ഒരു സ്ത്രീയെ പബ്ലിക്കിലിട്ട് റേപ്പ് ചെയ്യാനുള്ള ശേഷിയുള്ളവരാണ് ഇതിലുള്ള ആ പവർ ഹൗസ് എന്ന് പറയുന്നത്. ആ പവർ ഹൗസിൽ ഒരാൾ പിടിക്കപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാരും ഞങ്ങൾ ഇല്ല അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഗോവിന്ദൻകുട്ടി സ്റ്റൈല്, ഇതിലെ ഞങ്ങൾ മാത്രമേ ഇല്ല അവർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയൊന്നും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ ഈ നാട്ടിലെ ആൾക്കാർ തയ്യാറല്ലെന്നേ. കാര്യം അനുഭവമാണ് ഗുരു. ഇത്രയും പേർ, അതായത് 55 പേരും പറയുന്നത് പച്ചക്കള്ളമാണ്. ബാക്കി നിൽക്കുന്ന 2 സ്ത്രീകൾ പറയുന്നത് വസ്തുതയാണെന്ന് എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുന്നത്? അപ്പോ സംഭവിച്ചിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഈ ഇൻ ഹരിഹർ നഗർ സിനിമയിലെ ഒരു രംഗം ആവർത്തിക്കപ്പെടുമ്പോൾ ജീവിതത്തിൽ നമ്മൾ സംബന്ധിച്ച് നോക്കുമ്പോൾ നടന്മാരുടെ ഏറ്റവും മോശം കാലഘട്ടമാണ്. അതായത് പണ്ട് കാലഘട്ടം തൊട്ട് യാതൊരു ഓഡിറ്റിംഗും ഇല്ലാതിരുന്ന സന്ദർഭങ്ങൾ, അതിനെ സംബന്ധിച്ച് ഈ സ്ത്രീകൾക്ക് വോയിസിന് യാതൊരു പ്രാധാന്യവുമില്ല. അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കുക, ചൂഷണം ചെയ്യുക, പറഞ്ഞു വിടുക, ഈ രീതിയിൽ നടന്ന പ്രവർത്തനങ്ങളാണ് കയ്യോടെ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കെത്തിയത്. അതിലേക്ക് എത്താൻ കാരണം അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ എന്തും ചെയ്യും, എന്തും പ്രവർത്തിക്കുമെന്നുള്ള
അമിത ആത്മവിശ്വാസമാണ് ഇത്രയും വലിയൊരു അപകടത്തിൽ ഇവരെ കൊണ്ടുവന്ന് ചാടിച്ചത്. അങ്ങനെ ഒരു കമ്മിറ്റി സർക്കാർ ഫോം ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. അതിന് കാരണമുണ്ടാകുന്നുണ്ട്, അതൊന്നും നമ്മൾ ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത്രയും നീചമായ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനകത്തെ വസ്തുതകൾ പുറത്തേക്ക് വരുമ്പോൾ ഈ തലതൊട്ടപ്പന്മാരായിട്ടിരുന്നവർക്ക് പ്രതികരിക്കേണ്ട ആവശ്യം വരികയാണ്. ആ പ്രതികരിക്കേണ്ട സന്ദർഭത്തിലാണ് ഇമാതിരിയൊക്കെ ചാനലിന്റെ മുന്നിലൊക്കെ വന്ന് ഇന്നത്തെ നാട്ടുകാരുടെ മുന്നിൽ കാണുമ്പോൾ അവർക്കൊന്നും വകതിരിവില്ല, ഞങ്ങളെ കഥാപാത്രങ്ങളായിട്ടൊക്കെ കണ്ട് ഞങ്ങളുടെ ആരാധന അടിമകളായിട്ടുള്ളവരാണ് ഇവരെന്ന് നിങ്ങൾ ചിന്തിച്ചു. അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ നിയമത്തിന്റെ മുന്നിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് പ്രിവിലേജ് കൊടുക്കേണ്ട കാര്യമില്ലെന്നേ. നിങ്ങൾ സെറ്റിൽമെന്റിന് തയ്യാറാകുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അതായത് ഇപ്പോ സാമാന്യ ലോജിക്കുള്ളവർക്ക് മനസ്സിലാകും. ഇപ്പോ നിയമത്തിന്റെ കുടുക്കിലേക്ക് ചെന്ന് പെടുമ്പോൾ ദിലീപ് എന്ന നടൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഊരിപ്പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എങ്ങനെയെങ്കിലും തടി തപ്പണം. തടി തപ്പാൻ വേണ്ടി നിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടുവന്ന നാടകത്തെ നിങ്ങളിൽ ഒരാൾ തന്നെ പൊളിച്ച് കൈ തരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ നഗ്നരായി നിൽക്കുകയാണെന്ന് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നടന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ കഥാപാത്രമായി ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരിക്കലും നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ സിനിമയിൽ അഭ്രപാളിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടുകാർ കണ്ട് അതിന് കൈയടിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ അഭിനയ മികവിനെ പുകഴ്ത്തിയിട്ടുണ്ടാകും. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിങ്ങൾ ഒരു അഭിനയം നടത്താൻ ശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെട്ടാൽ അതിന് കൂകി വിളിക്കത്തേ ഉള്ളൂ, അല്ലാതെ കൈയടിക്കുന്ന പ്രവർത്തനം ഈ നാടിനില്ലെന്നേ. എന്ത് ഊളത്തരം കണ്ടാലും അതിനെയെല്ലാം കീജയ് വിളിക്കാനായിട്ട് കുറച്ച് അടിമകളെ നിങ്ങൾ സൃഷ്ടിച്ച് തീറ്റിപ്പോറ്റി വെച്ചിട്ടുണ്ടാകും. പക്ഷേ സമൂഹം മുഴുവൻ അങ്ങനെയല്ല എന്ന് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള താരങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇൻഹരിയർ നഗർ കളിക്കാനുള്ളതല്ല ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെന്ന് നിങ്ങളോട് പറയുകയാണ്. ഈ നാട്ടിൽ തൊഴിലിടങ്ങളാണെങ്കിൽ, അതായത് ആരോ ഒരാളുടെ ഒരു പ്രതികരണം കേട്ടിരുന്നു, ഈ സിനിമ എന്ന തൊഴിലിടം എന്ന് പറഞ്ഞാൽ കോടികൾ മറിയുന്ന ബിസിനസ്സാണ്. അതായത് അവിടെ വരുന്നത് ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സ്നേഹവും ഈ സമൂഹത്തിനോട് വല്ലാത്ത സ്നേഹം, നല്ലൊരു സിനിമ അങ്ങെടുത്ത് എന്റെ സാമൂഹിക സ്നേഹം കാണിച്ചുകളെ, അല്ലെങ്കിൽ നല്ലൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് എന്റെ സാമൂഹിക പ്രതിബദ്ധത കാണിക്കാമെന്നുള്ള കോടികൾ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ഒരു ഇടമാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖലയാണ് ഈ പറയുന്ന സിനിമാ മേഖല. അവിടെ വരുന്നിടത്ത് എല്ലാ തരത്തിലുള്ള മോശം പ്രവർത്തനമുണ്ട്. മദ്യം, മദിരാശി തുടങ്ങി എല്ലാത്തരം മോശം പ്രവർത്തനങ്ങളും അവിടെ അരങ്ങേറുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ഇപ്പോ ഒരു ഡോക്യുമെന്റ് ആയിട്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കണം. കാര്യം ഇരയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് ഔചിത്യമായിട്ട് ചിന്തിക്കുന്നവർ ചെയ്യേണ്ട കാര്യം. ഇരകൾക്കാണ് നീതി കിട്ടേണ്ടത്. അവർ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവർക്ക് തൊഴിലിന് അർഹതപ്പെട്ട വേതനം കൊടുക്കാതിരുന്നോ? തൊഴിലിടങ്ങളിൽ ഹരാസ്മെന്റ് നടത്തിയോ? അങ്ങനെ സെക്ഷൽ ഹരാസ്മെന്റ് നടത്താൻ ഈ പറയുന്ന നടന്മാരുടെ മക്കൾക്ക് ആർക്കെങ്കിലും പൊതു ഇടത്തിൽ അങ്ങനെയുള്ള സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടായാൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, സ്വന്തം മക്കൾക്കുണ്ടായാൽ സഹിക്കാൻ പറ്റുമോ എന്ന്. അപ്പോ അന്യന്റെ മക്കൾക്ക് യാതൊരു വിലയില്ല. സ്ത്രീ ആണെങ്കിൽ ഒരു തരത്തിലും പരിഗണിക്കാത്ത, അല്ലെങ്കിൽ ഒരു പ്രിവിലേജും കൊടുക്കാതെ ചവിട്ടി മതിച്ച് അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയാണെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആരാധന നഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളെ ആരായിരുന്നാലും ഒരു വ്യക്തിയെ പോലും ആ വിഷയത്തിൽ വെള്ളപൂശേണ്ട കാര്യമില്ല. കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരുടെയും പേരുകൾ പുറത്തു വന്നിട്ടില്ല. ഈ പവർ ഹൗസ് അല്ലെങ്കിൽ ഇതിനകത്തൊരു പവറായിട്ട് വർക്ക് ചെയ്യുന്ന 12 അംഗ അല്ലെങ്കിൽ 15 അംഗ ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അതിൽ ഞാനില്ല എന്ന് പറയാനായിട്ടുള്ള ആത്മവിശ്വാസം ഒരു വ്യക്തിക്കും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. അത് വിമർശിച്ചത് അല്ലെങ്കിൽ വിമർശിക്കുന്നവരെല്ലാം വായടപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ചിലയിടങ്ങളിലൊക്കെ നിങ്ങളുടെ സെറ്റിൽമെന്റ് നടക്കും. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നീതി ഉറപ്പാകേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ്. ഈ കരഞ്ഞു കലങ്ങിയ അല്ലെങ്കിൽ കരഞ്ഞ് മണ്ണടിഞ്ഞു പോയ ചിലയേറെ മനുഷ്യർക്ക് ഈ കാലഘട്ടത്തിലെങ്കിലും നീതി കിട്ടണ്ടേ? നിങ്ങൾ എല്ലാ കാലത്തും ആ വേട്ടക്കാരന്റെ സീറ്റിലിരുന്ന് ആ കണ്ണീരുകൾ കണ്ട് സന്തോഷിച്ച് ആഘോഷിച്ച് ജീവിതം നിങ്ങൾ സുന്ദര സുരഭിലമായി ആഘോഷിച്ച് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ ചില മനുഷ്യരോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലെ രംഗം ആവർത്തിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നടത്തിയ നാടകങ്ങൾ ഒന്നടങ്കം പൊളിഞ്ഞു എന്ന്, അല്ലെങ്കിൽ പൊളിയേണ്ട സാഹചര്യം ഒരുക്കിയതും ഈ സിറ്റുവേഷൻ ആണെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾക്കെതിരാണ്, കാലം നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ സമൂഹം ഓഡിറ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ആ ഓഡിറ്റിന്റെ അവസാന ഫലം അല്ലെങ്കിൽ അന്തിമ ഫലം വരാൻ പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് ഈ സ്റ്റാർ വാല്യൂ എന്ന് പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്നതല്ലോ, ജനങ്ങൾ സീൽ ചെയ്ത് തരുന്ന സംഭവമല്ലേ. ആ ജനങ്ങൾ അതിൽ നിന്ന് അങ്ങോട്ടേക്ക് വിട്ടുനിന്നാൽ ദിലീപിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇറങ്ങുന്ന പടത്തിനെല്ലാത്തിനും മാലപ്പടക്കത്തിനേക്കാൾ വേഗത്തിലാണ് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഈ പറയുന്നത് പോലെ എണ്ണി ചുട്ട് കിട്ടുന്ന ആ അപ്പം പോലെ ഉണ്ടല്ലോ, ആ രീതിയിൽ കിട്ടുന്ന ആ തുകയൊക്കെ ഇടിഞ്ഞിടിഞ്ഞു വരും. അപ്പോ മാന്യവും മര്യാദയുമായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നതിനപ്പുറം നാടകം കളിച്ചും അഭിനയിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ഈ വിവാദത്തെ ഒന്ന് തണുപ്പിച്ചും ഇതിൽ നിന്ന് ഊരിപ്പോകാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ പഴയ കാലമല്ല. അഭിപ്രായങ്ങൾക്ക് 10,000 ശബ്ദങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ശബ്ദങ്ങൾ ഈ നാട്ടിലുണ്ടാകും. കാര്യം മുമ്പ് ഏതെങ്കിലും ഒരു പത്രോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈം വാരികയോ നാനയോ ഉൾപ്പെടെയുള്ള ഒരു മാസികയുടെ വായ അല്ലെങ്കിൽ ഒരു ചാനലിന്റെ വായ് നിങ്ങൾ മൂടിക്കെട്ടിയാൽ മതിയാകും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നിടത്തോളം ഏതെങ്കിലും ഭാഗത്ത് നിന്നൊക്കെ വീണ്ടും വീണ്ടും പൊന്തി വരും. അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോ പെട്ടുപോയി. അതുകൊണ്ട് ഗോവിന്ദൻകുട്ടി കൂടുതൽ ന്യായീകരിച്ച് വഷളാക്കാതെ വിട്ടോടാ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു ലൈവിൽ ഒരു പ്രശ്നം സംഭവിച്ചു. അത് ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നപ്പോഴാണ് കട്ടായി പോയത്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് സംഭവിച്ചത് ഒരു ഫോൺ കോൾ കയറി വന്നപ്പോഴത്തേക്കും കട്ടായി. ഇടയ്ക്ക് നെറ്റ്വർക്കിനും പ്രശ്നം വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നതിന്റെ താഴെ തന്നെ തെറിപ്പൂരം അരങ്ങേറുകയാണ്. അതായത് തൃശ്ശൂർ പൂരം പോലെ തെറിപ്പൂരം അരങ്ങേറുകയാണ്. അപ്പോ അവരോടുകൂടി 2 വാക്ക് പറയണം. ഈ പച്ച തെറി വിളിക്കുക അല്ലെങ്കിൽ ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നിട്ടൊക്കെ ഇവനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ അങ്ങ് പൊയ്ക്കോളും. കാര്യം ഇതൊക്കെ ഒരു തന്ത്രമാണ്. നമ്മളെ മാനസികമായി ഡൗൺ ആക്കുക, വീട്ടിലിരിക്കുന്നവരെ തെറി വിളിക്കുക, നമുക്ക് പ്രൊവോക്ഡ് ആവുന്ന രീതിയിലൊക്കെ ചില ഭാഷകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവൻ സ്വാഭാവികമായിട്ട് എന്താവും, മാനസികമായിട്ട് നമ്മളൊന്ന് ഡൗൺ ആവും. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങ് പിൻവലിഞ്ഞു പോവും. പിന്നെ അവനൊന്നും പറയില്ല എന്ന് ഇവരുടെ തലതൊട്ടപ്പന്മാർ ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഞങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈലിൽ പോയി നല്ല പച്ച തെറി അങ്ങ് വിളിച്ചറിയുന്നു. അവരടുത്ത് പറയാനുള്ളത്, ഇതൊക്കെ കുറെ കണ്ടിട്ടാണ് ഈ ഒരു പരിപാടിക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അത് കേട്ടാൽ ഈ ഒരു സന്ദർഭത്തിലിരുന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ തെറിവിളി കേൾക്കുമെന്ന് ഉറപ്പുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന കാര്യത്തിൽ യാതൊരു കണ്ടന്റും ഇല്ലെങ്കിൽ ഇവർ എന്തിനാണ് നമ്മളെ തെറി വിളിക്കാൻ വരുന്നത്? എന്തോ കാര്യമുണ്ട് ഞാൻ പറയുന്നതിൽ. എവിടേക്കോ ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ചില ആശാന്മാർ നുഴഞ്ഞു കയറി വന്നിട്ട് തെറി വിളിച്ചിട്ട് പോയാൽ ഞാൻ അങ്ങ് നിശബ്ദനാകുമെന്ന് കരുതുന്നത്. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ആ മറ്റേ എച്ചിൽ ഇട്ട് തരുന്ന മാഷുമാരുടെ അടുത്ത് നിന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇനത്തിൽപ്പെട്ടതല്ല. കുറച്ച് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും കേട്ടെന്നും പറഞ്ഞു പോകില്ല. ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയണമെന്ന് വെച്ചാൽ അത് തോന്നിയാൽ അത് പറഞ്ഞിരിക്കും. ഇനി ഏത് തരത്തിലുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഇനിയിപ്പോ ജയിൽവാസം അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നാലും പറയാൻ തോന്നിയാൽ അത് പറഞ്ഞിരിക്കും. എന്ത് വെച്ചുകൊണ്ട് വായി തോന്നുന്ന എന്ത് ഊളത്തരോ അല്ലെങ്കിൽ ആരെങ്കിലും അധിക്ഷേപിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും വിളിച്ച് പറയാറില്ല. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഇത് ഈ ഒരു സാധനം പോകുന്ന ശരിയായ രീതിയിലല്ലെന്ന് ബോധ്യം വന്നാൽ അത് കൃത്യമായിട്ട് പറയുക തന്നെ ചെയ്യും. ആ ശബ്ദം ഒരിക്കലും അടച്ചു മൂടത്തില്ല. ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു താരരാജാക്കന്മാരോടും ഒരു തരത്തിലുള്ള വിധേയവുമില്ല, ഒരു തരത്തിലുള്ള കടപ്പാടുമില്ല. പറയാൻ കയ്യിൽ കറ പുരണ്ടിട്ടില്ലാത്തവർക്ക് ഈസി ആയിട്ട് പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ ആരുടെയും രാത്രി കിടന്നുറങ്ങുന്നവരുടെ വീട്ടിൽ പോയി വാതിലിൽ മുട്ടിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ കുറിച്ച് അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഇനി കഥയായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരണമെങ്കിലേ ഉള്ളൂ. അല്ലാതെ 100% ഇപ്പോ നമ്മളുടെ ആത്മവിശ്വാസം ഇതാണല്ലോ, അതല്ലേ നമ്മൾ പറയാനും ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് പറയാലോ ആ പറയുന്ന കോക്കസ് ഗ്രൂപ്പിൽ ഞാനില്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകാത്ത എന്താണ്? ഇപ്പോ നിങ്ങൾക്ക് വേറൊരു സ്ത്രീയായിട്ട് എന്തെങ്കിലും റിലേഷനെ കൂടെ ഉണ്ടോ അതിനെക്കുറിച്ച് ഞാൻ പറയും. നിങ്ങൾ കൺസെന്റോട് കൂടി ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അതൊരു പരാതിയല്ലെന്നേ. പിന്നെ നിങ്ങൾ ട്രാപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഏതെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ന്യായീകരിച്ച് മെഴുകുക എന്ന് പറയുന്നത് ഒരു തരം ഊളത്തരമാണ്. അതിനെ നിങ്ങൾ സമൂഹത്തിനെ വെറുതെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കുറച്ചു പേർ നിങ്ങളുടെ സ്റ്റാർ വാല്യൂവിൽ മതി പറന്ന് അയ്യോ നമ്മുടെ താരരാജാവ് പറഞ്ഞാൽ നമ്മൾ അങ്ങ് വിശ്വസിക്കണമെന്നൊക്കെ കരുതുന്നവർ വിശ്വസിക്കും. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ചിന്താശേഷിയുള്ളവർ വളരെ കൂടുതലുള്ള ഒരു നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായിട്ട് ക്രോസ് ചെയ്യാൻ പോലും ശേഷിയുള്ള അല്ലെങ്കിൽ അറിവുള്ള മനുഷ്യർ ഇത് കേൾക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നാളെ കാണുന്നുണ്ടാകാം. അവർക്ക് ഇതിൽ എതിരഭിപ്രായം ഉണ്ടാകാം. അവർ വസ്തുത നിരത്തി ചിലപ്പോൾ എന്റെ ക്രോസ് ചെയ്തു എന്നൊക്കെ വരാം. അതൊക്കെ ഈ നാടിന്റെ ഓരോ മനുഷ്യരുടെ തിരിച്ചറിവാണ്. ഞാനിപ്പോൾ പറയുന്നത് എന്റെ ബോധ്യങ്ങളിൽ നിന്നാണ്.
അല്ലാതെ മറ്റൊരാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല. എന്റെ മാത്രം അനുഭവങ്ങളിൽ നിന്നും വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ സമീപിച്ചപ്പോൾ എനിക്കുണ്ടായ തോന്നലുകൾ, എന്റെ ചിന്തകളിൽ നിന്നുണ്ടായ കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അല്ലാതെ ആരുടെയും മൗത്ത് പീസായിട്ട് വർക്ക് ചെയ്യുന്നതല്ല. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇരയുടെ ഒപ്പം നിൽക്കാനാണ് താല്പര്യം. ഇരകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഈ നാട്ടിലുണ്ട്. ഒരു മനുഷ്യരും ചവിട്ടി മെതിക്കാൻ പാടില്ലാത്തവരാണ്. എല്ലാവർക്കുമുണ്ട് അഭിമാനങ്ങൾ. അല്ലാതെ താരരാജാക്കന്മാർക്ക് മാത്രം കുത്തകയല്ല അഭിമാനം എന്ന വാക്ക്. അഭിമാനം, വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും കൂടപ്പിറപ്പാണ്. ആ അഭിമാനത്തിന് വാല്യൂ കൊടുക്കാത്തവരെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. പക്ഷേ അഭിമാനത്തിന് വാല്യൂ കൊടുക്കുകയാണ്. അതിന് മുറിവേറ്റാൽ സഹിക്കാൻ പറ്റാത്തവർ, ഇൻസൾട്ടിങ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മളെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരോടൊപ്പം ഉണ്ടെന്നേ ഒരു സംശയമില്ല. തുറന്ന് വളരെ ഉത്തരവാദിത്തപൂർണ്ണമായിട്ട് ആ കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്ത് വിഷയം വന്നാലും പ്രതികരണം നടത്തണമെന്നാണ് കരുതുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ടൈം കിട്ടാതെ വന്നാൽ അതിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം മാറ്റി നിർത്തിയാൽ ചുമ്മാ ആ വിഷയത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റീച്ച് ഉണ്ടാക്കുക എന്നല്ല, അതിൽ പറയേണ്ട കാര്യങ്ങൾ, അതായത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാതെ പോകുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാൻ തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയും. അതിൽ ഏതെങ്കിലും തരത്തിലൊക്കെ പൊള്ളുന്നുണ്ടെങ്കിൽ, പൊള്ളുന്നവർ ഇവിടെ വന്ന് തെറി വിളിച്ചാൽ നിശബ്ദമാകുമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താരരാജാവ് പറഞ്ഞ പോലെ പോ മോനെ ദിനേശ എന്ന് മാത്രമേ അതിന് പറയാവുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അപ്പോ മറ്റൊരു വിഷയമായിട്ട് കാണാം. 2 ആയിപ്പോയി ലൈവ്. അപ്പോൾ ഏറെ പേർ നേരത്തെ കണ്ടുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് കട്ടായപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അത് മിസ്സായി കാണും. എന്നിട്ട് ഈ നോട്ടിഫിക്കേഷൻ എത്താത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കണ്ടിരുന്നവർ അഭിപ്രായം രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഫാക്ച്വലായിട്ട് പുറത്തു വരേണ്ട കാര്യമാണെങ്കിൽ പോലും നമ്മുടെ പേജിൽ ഇതിനെ സംബന്ധിച്ചുള്ള വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ പുറത്തു വരേണ്ട കാര്യമാണെന്ന് തോന്നുന്നത് പങ്കുവച്ചാൽ ഉറപ്പായിട്ടും അത് വസ്തുതയാണെങ്കിൽ ആ വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ്. അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് പങ്കുവയ്ക്കുക.